മതി മതി മതി, ക്യാമറ ഇങ്ങോട്ട് മാറ്റിക്കേ. നിങ്ങൾ പ്രേക്ഷകരെ പോലെ തന്നെ ക്യാമറയ്ക്കും ആദ്യം തന്നെ അക്വേറിയം കാണാനാണ് താല്പര്യം. ഇത് ഞാനും ജോയ്സിനൂടെ വളരെ കുറഞ്ഞ ചിലവിൽ ഒരു പഴയ ടയർ ഉപയോഗിച്ച് നിർമ്മിച്ച അക്വേറിയമാണ്. നിങ്ങൾക്കും വീട്ടിൽ വളരെ ഈസി ആയിട്ട് നിർമ്മിക്കാൻ പറ്റിയ അക്വേറിയമാണ്. ഇതൊരു പഴയ ടയറാണ്. ഇതിൽ ഞങ്ങൾ ഈ ഫിനിഷിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ത്രെഡ് ഫിനിഷിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇത് എങ്ങനെയാണ് നിർമ്മിച്ചത് നിങ്ങൾക്ക് അറിയണ്ടേ? ഈ വീഡിയോ മുഴുവൻ കാണുക, എങ്ങനെയാണ് ഞങ്ങൾ നിർമ്മിച്ചതെന്ന് അറിയാനായിട്ട് വീഡിയോ മുഴുവൻ കാണുക. സോ നമുക്ക് തുടങ്ങാം. സോ ഗൈസ്, നമ്മൾ ടയർ എടുത്തിരിക്കുകയാണ്. ഇതൊരു പഴയ ടയറാണ്. ഓൾറെഡി നമ്മൾ യൂസ് ചെയ്ത ഒരു കാറിൻ്റെ ടയറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ ഇത് താഴെ സിമെൻറ്റ് ചെയ്യുന്നുണ്ട് ഒരു ലെവലിൽ, അതായത് ഈ താഴത്തെ ഈ ലെവൽ കണ്ടോ, ഇതിന് തൊട്ട് താഴെ വരെ നമ്മൾ ഒരു ലെവൽ പോലെ സിമെൻറ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് ഉപയോഗമാണുള്ളത്. ഇതിന് മുകളിൽ മീനുകളൊന്നും താഴേക്ക് പോകത്തില്ല, അതിൻ്റെ മുകളിൽ നിൽക്കും. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സ്റ്റോൺസ് ഒക്കെ ഇടുകയാണെങ്കിൽ തന്നെ മുകളിൽ തെളിഞ്ഞ് കാണാം. രണ്ടാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കണ്ടോ, താഴെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മൂവ് ആവും. ഓക്കെ, നമ്മളപ്പോൾ ഇതിന് ഒരു ലെവലായിട്ട് നമ്മൾ സിമെൻറ്റ് വാർത്ത് കഴിഞ്ഞാൽ ഇതിനൊരു സ്റ്റെബിലിറ്റി വരും. നമ്മൾ ഗ്ലാസ് ഒട്ടിക്കുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിപ്പോൾ ഗ്ലാസ് ഒട്ടിച്ച ശേഷം താഴേക്ക് വെക്കുമ്പോഴൊന്നും ഇത് പൊട്ടാതിരിക്കാനും ഒക്കെ ഇത് സഹായിക്കും. സോ നമുക്ക് സിമെൻറ്റ് വാർക്കാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ എവിടെ നമ്മൾ സിമെൻറ്റ് ചെയ്യുന്നു അതിന് എക്സാക്റ്റ് ഡയറക്റ്റ് ഓപ്പോസിറ്റിൽ നമ്മളൊരു ഹോൾ കൊടുക്കണം. ഇവിടെയാണ് നമ്മൾ ഹോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹോൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ രണ്ട് ഗ്ലാസ് രണ്ട് സൈഡും കവർ ചെയ്ത് കഴിയുമ്പോൾ മുകളിൽ നിന്ന് നമുക്ക് ഫിൽറ്ററും അതുപോലെ തന്നെ ഫിഷിനെ ഇടാനും വെള്ളം ഒഴിക്കാനും വെള്ളം ചേഞ്ച് ചെയ്യാനും ഒക്കെയുള്ള ആവശ്യത്തിനാണ് മുകളിൽ ഹോള് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. സോ കമാൺ. കഴിഞ്ഞു, നമ്മൾ ഒരു ദിവസം വെച്ചു. എന്നാലേ ഈ പെയിന്റ് ഒക്കെ നല്ലോണം ഉണങ്ങുള്ളൂ. ഇപ്പൊ പെയിന്റ് ഉണങ്ങി. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇവിടുത്തെ മാസ്കിംഗ് ടേപ്പ് അടിച്ചായിരുന്നു, ഞാൻ ഇപ്പോൾ പറിച്ചു കളഞ്ഞു. അതാണ് ഇവിടെ ബ്ലാക്ക് കളറിൽ കാണുന്നത്. അപ്പൊ ഇവിടെ ഒരിക്കലും പെയിന്റ് അടിക്കരുത്. എന്ന് ചോദിച്ചാൽ ഇവിടെ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിലിക്കോണ് പിടിക്കത്തില്ല. അപ്പോ ഇനി നമുക്ക് ഒട്ടിക്കാം. എന്നിട്ട് ഫിനിഷിങ്ങിന് നമുക്ക് പിന്നെ അതിന്റെ മുകളിൽ കൂടെ പെയിന്റ് അടിക്കാം. നമുക്ക് റോപ്പോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കുകയും ചെയ്യാം. എങ്ങനെയാണെങ്കിലും നമ്മൾ അടിപൊളിയാക്കും. ഏതായാലും നമുക്ക് ആദ്യം ഗ്ലാസ് ഒട്ടിക്കാം. ഓക്കെ, ഇത് സിലിക്കോൺ ആണ്. സിലിക്കോൺ ഗണ്ണിൽ യൂസ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സിലിക്കോൺ ഗണ്ണിൽ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുക. ഓക്കെ, പുഷ് ചെയ്താൽ മതി. ഓക്കെ, ഇതിൻ്റെ ഇവിടെ ഹോൾട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണ് നോസിൽ. ഒരു സൈഡ് ഗ്ലാസ് ഒട്ടിച്ച് കഴിഞ്ഞു. ഏകദേശം നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞ് ഒരു ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തു ശരിക്കും ഒട്ടാനായിട്ട്. അതിനുള്ള അതിൻ്റെ പുറത്ത് ഇച്ചിരി വെയിറ്റ് കൂടെ വെച്ച് കൊടുത്തു. നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ ശേഷം അടുത്ത സൈഡ് ഒട്ടിക്കാനായിട്ട് പോവാണ്. അതും ഇതുപോലെ തന്നെ ഒട്ടിച്ചതിന് ശേഷം ഒരു ദിവസം വെയിറ്റ് ചെയ്യണം.
ഒട്ടിച്ച് വെച്ചായിരുന്നു. ആദ്യം ഒരു സൈഡ് ഒട്ടിച്ചു, കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, അതിനുശേഷം അടുത്ത സൈഡ് ഒട്ടിച്ചു. 2 സൈഡ് ഒട്ടിച്ചിട്ട് നമ്മൾ ഒരു 24 മണിക്കൂർ വെയിറ്റ് ചെയ്തു. എത്തിയിരിക്കുകയാണ്. പല ടൈപ്പ് മീനുണ്ട്. നമുക്ക് ഒരു കൂട്ടി തന്നെ ഇടാവുന്ന പല ടൈപ്പ് മീനെ മേടിക്കാവുള്ളൂ. ഓക്കെ, ഇത് ഏഞ്ചൽ ഉണ്ട്, ഇലക്ട്ര എന്ന് പറയുന്ന മീനുണ്ട്. പല ടൈപ്പ് മീൻസ് ആണ്. ഗോൾഡ് ഫിഷിന്റെ ഒരു വെറൈറ്റി ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടാലോ. സൂപ്പർ ആയിരിക്കും. മീനെ ഇടാൻ പോവാണ്. ഓക്കെ, I was leaking into darkness.